യെസ്, അപ്പോൾ കലൂർ സ്റ്റേഡിയത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. എസ്യോ വന്നില്ല, തലവേദന കൂടുകയും ചെയ്യുന്നു എന്ന അവസ്ഥയാണ് ഇപ്പോൾ AYFും സർക്കാരിനെതിരെ രംഗത്ത് വരുന്നത്. യെസ്, എന്തായാലും ഒരു അന്താരാഷ്ട്ര മത്സരം നടക്കാത്ത സാഹചര്യത്തിൽ കലൂർ സ്റ്റേഡിയം നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കണമെന്നാണ് AYF ആവശ്യപ്പെടുന്നത്. സ്വകാര്യ വ്യക്തിയുമായുള്ള കരാറിനെ കുറിച്ച് GCDAയും സർക്കാരും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം എന്നാണ് AYFിന്റെ ആവശ്യം. യെസ്, സുതാര്യത ഉറപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നും AYF എറണാകുളം ജില്ലാ സെക്രട്ടറി KR റനീഷ് പറഞ്ഞു. സ്വകാര്യ സംരംഭകരുമായി GCDയും സർക്കാരും ഉണ്ടാക്കിയിട്ടുള്ള കരാറിനെ സംബന്ധിച്ച് അറിയാനുള്ള അവകാശം പൊതുസമൂഹത്തിനുണ്ട്. അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സർക്കാരും GCDയും തയ്യാറാണെന്നാണ് AYF ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്നത്. അതുമാത്രമല്ല, സ്വകാര്യ സംരംഭകരുമായി ഉണ്ടാക്കിയിട്ടുള്ള സംരംഭത്തെ സംബന്ധിച്ച് അഴിമതിരഹിതമായ സുതാര്യമായ ഒരു സംരംഭമാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിനും GCDക്കും ഉണ്ടെന്നാണ് AYF ആവശ്യപ്പെടുന്നത്. ഇപ്പം നിരവധിയായ ആക്ഷേപങ്ങളുണ്ട്. ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 70 കോടി രൂപ ചെലവ് വരുമെന്ന് പറയുന്നു. മരം മുറിയായ്മ സംബന്ധിച്ച് നിരവധിയായ ആക്ഷേപങ്ങൾ ഉയർന്നു. അന്താരാഷ്ട്ര മത്സരം നടക്കാത്ത സാഹചര്യത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണം എന്നാണ് AYF സർക്കാരിനോടും GCDയോടും ആവശ്യപ്പെടുന്നത്. ലിഡിയ ജേക്കബ് വിശദാംശങ്ങൾ നൽകും. ലിഡിയ, CPയുടെ യുവജന വിഭാഗം തന്നെ ഇപ്പോൾ ഇതിനകത്ത് സുതാര്യതയില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് വലിയ തലവേദന സർക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം AYFിന്റെ ആവശ്യം എന്താണ്? ഇപ്പോൾ അവിടുത്തെ പണികൾ സംബന്ധിച്ച് ഉയർന്ന ദുരൂഹതകൾ എങ്ങനെയാണ്? കൂടി ഈ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം സർക്കാരിനെതിരെ AYF രംഗത്ത് ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം നിലവിൽ വലിയ വിവാദങ്ങൾ, വലിയ ആരോപണങ്ങൾ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ കരാറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ മെസ്സി വരില്ല എന്ന്, അടുത്ത മാസം വരില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം. മാത്രമല്ല, ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു സുതാര്യത ആവശ്യമാണ്. അതിൽ സർക്കാർ ഇടപെടണമെന്ന് തന്നെയാണ് AYF പറയുന്നത്. മാത്രമല്ല, ഈ സ്വകാര്യ വ്യക്തിയുമായിട്ടുള്ള കരാറിനെ കുറിച്ചും GCDയുമായി സർക്കാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയും സർക്കാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട്. അത് സർക്കാർ ചെയ്യണമെന്നുള്ളതാണ് AYF ആവശ്യപ്പെടുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ കരാറിലെ അവ്യക്തതയെക്കുറിച്ച്, സുതാര്യതയില്ലാത്തതിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ചുറ്റിലും നിന്നും വരുന്നുണ്ട്, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ നിലവിൽ AYF കൂടി അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ടത്. എന്തായാലും സർക്കാരിന് ഇതിലൊരു സുതാര്യത ഉറപ്പിക്കേണ്ട ബാധ്യതയുണ്ട്. കാരണം ഇതിൽ സർക്കാരാണ് ഏറ്റവും അവസാനമായി കാര്യങ്ങൾ പറയേണ്ടത്. കാരണം കരാറുകാരാണ് ഈ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, സ്പോൺസർമാരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സർക്കാർ ഇതിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളാണ് വരുന്നത്. GCDA പ്രതികരിക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങളാണ് വരുന്നത്. അതിൽ കൃത്യമായി സർക്കാരും GCDA അടക്കമുള്ളവർ പ്രതികരിക്കണമെന്നുള്ളതാണ് AYFിന്റെ ആവശ്യം.